പലതരം സ്പൈസസ് വളരെ ഭംഗിയുള്ള വുഡൻ ബോക്സുകളിലാക്കി ഇതുപോലെ പാക്ക് ചെയ്ത് നിങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ എവിടെയും അയക്കും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് പൊട്ടലില്ല, പൊടിയിലില്ല, എല്ലാത്തിനും ഒരേ സൈസ് ഉണ്ട്, കളർ യൂണിഫോമാണ്. ജാതിപത്രി ഈ ടൈപ്പ് ജാതിപത്രി നല്ല കളറുള്ള ഫുൾ ഫ്ലവർ ആയിട്ടുള്ള ജാതിപത്രിയാണ് വരുന്നത്. ഗ്രാമ്പു ആയിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, ഇതെല്ലാം ഗ്രേഡ് ചെയ്തതാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ബിസിനസ് ഫീച്ചറിങ്ങിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എൻ്റെ പ്രിയ സുഹൃത്തായ അരുൺ, ഇടുക്കി ഗോൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. സ്പൈസസ് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യലാണ് അരുണിൻ്റെ ബിസിനസ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ കൊടുത്താൽ നന്നായിരിക്കും. അരുണിൻ്റെ ബിസിനസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ അരുൺ തന്നെ നമുക്ക് ഇതിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നമസ്കാരം, എൻ്റെ പേര് അരുൺ പ്രകാശ്. ഞാൻ കേരള സ്പൈസസിൻ്റെ ഒരു പ്ലാന്റർ, പ്രൊഡ്യൂസർ ആൻഡ് ഡീലറാണ്. ഞങ്ങൾക്ക് സ്വന്തം ഫാം മൂന്നാറിലുണ്ട്. മൂന്നാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ലൈൻ സ്പൈസസായ ഏലം, കുരുമുളക്, ഗ്രാമ്പൂ, ജാതിപത്രി തുടങ്ങിയ സാധനങ്ങൾ അതിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും പോകാതെ എയർ ടൈറ്റ് സീലിങ്ങിൽ പാക്ക് ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. എവിടെ? ഇന്ത്യയിൽ എവിടെയാണെങ്കിലും. പിൻകോഡ് കവർ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സർവീസ് നിലവിൽ ലഭ്യമാണ്. ഒരു പ്ലാന്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൈസസിൻ്റെ ക്വാളിറ്റി നമ്മൾക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഏലക്ക ആയിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, ജാതിപത്രി തുടങ്ങിയ സാധനങ്ങളായിക്കോട്ടെ, നമ്മൾക്ക് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധനങ്ങൾ വരുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കൺസ്യൂമറുടെ ഹെൽത്ത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ലാബ് ടെസ്റ്റിൽ കൂടെ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇത് പല അവസരങ്ങളിൽ നമുക്കതിൻ്റെ ആവശ്യം വരും. കാരണം എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന മെറ്റീരിയലാണെങ്കിൽ പോലും ഓരോ രാജ്യങ്ങളിലെ കസ്റ്റംസിൽ ചെല്ലുമ്പോൾ അവർക്ക് അവരുടേതായ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഈ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡ്യൂസിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തിരിക്കണം. അത് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മൾക്ക് സ്വന്തം വീട്ടിൽ കഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ആയിട്ടുള്ള ബാക്കി എല്ലാവർക്കും വേണ്ടി മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഏതൊരു നാച്ചുറൽ പ്രൊഡ്യൂസ് പോലെയും സ്പൈസസിനകത്തും പലതരം ഗ്രേഡുകളുണ്ട്. ഈ ഗ്രേഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സൈസസ് ആകാം, അതിൻ്റെ ഭംഗിയാകാം, പൊട്ടൽ, പൊടിയിൽ തുടങ്ങിയ സാധനങ്ങളാകാം. അപ്പം നമ്മളിവിടെ ഇടുക്കി ഗോൾഡിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഗ്രേഡ് ചെയ്ത് അതിൽ ഏറ്റവും നല്ല ഗ്രേഡ് എടുത്തിട്ടാണ് നമ്മളുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മനസ്സിൽ തോന്നാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വില വല്ലാണ്ട് കൂടുതലാവില്ല എന്ന്. അങ്ങനെയല്ല. കാരണം പ്ലാന്ററായ ഞങ്ങളുടെ കയ്യിൽ നിന്നും കസ്റ്റമറായ നിങ്ങളുടെ കയ്യിലേക്ക് നേരിട്ടാണ് ഈ സാധനം വരുന്നത്. അതിന് ഇടനിലക്കാരില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പോലത്തെ ഏലക്ക, ഫോർ എക്സാമ്പിൾ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് പൊട്ടലില്ല, പൊടിയിലില്ല, എല്ലാത്തിനും ഒരേ സൈസ് ഉണ്ട്, കളർ യൂണിഫോമാണ്. ഇങ്ങനെയുള്ള പ്രൊഡ്യൂസ്, ഇപ്പോൾ ഏലക്ക അതാണെങ്കിൽ ജാതിപത്രി ഈ ടൈപ്പ് ജാതിപത്രി നല്ല കളറുള്ള ഫുൾ ഫ്ലവർ ആയിട്ടുള്ള ജാതിപത്രിയാണ് വരുന്നത്. ഇതുപോലെ ഓരോ പ്രൊഡ്യൂസും, ഗ്രാമ്പു ആയിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, ഇതെല്ലാം ഗ്രേഡ് ചെയ്തതാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. സോ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇടുക്കി ഗോൾഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഞങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുന്നു. ക്വാളിറ്റി കംസ് ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇത് രണ്ടും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തതിന് ശേഷമാണ് പ്രോഡക്റ്റ്സ് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത്. ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നാടാണ് നമ്മുടേത്. നമ്മൾക്ക് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പല സമയങ്ങളിലും നല്ലൊരു ഗിഫ്റ്റ് എന്ത് കൊടുക്കാമെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സൊല്യൂഷൻ ചെയ്തു ഇടുക്കി ഗോൾഡിൽ നിന്ന്. പലതരം സ്പൈസസ് വളരെ ഭംഗിയുള്ള വുഡൻ ബോക്സുകളിലാക്കി ഇതുപോലെ പാക്ക് ചെയ്ത് നിങ്ങളുടെ പേരിൽ നമ്മൾ ഇന്ത്യയിൽ എവിടെയും അയക്കും. കോർപ്പറേറ്റ്സിനായിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, വെഡ്ഡിങ് റിട്ടേൺ ഗിഫ്റ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ഗ്രേഡ് കാർഡമം, പെപ്പർ, വൈറ്റ് പെപ്പർ, കൽപ്പാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു സാധനമാണ്. ഇത് ദിണ്ടിഗൽ ബിരിയാണിയിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്പൈസാണ്. നമ്മുടെ തമിഴ്നാട്, ഇടുക്കി ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നൊരു സ്പൈസാണ്. ജാതിപത്രി, ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ കെയർ ഓഫിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ഇതിന് ഞങ്ങൾക്ക് നിലവിൽ പല കോർപ്പറേറ്റ്സിലോട്ട് പോകുന്നുണ്ട്, വിദേശങ്ങളിലോട്ട്, സ്വിറ്റ്സർലാൻഡ് പോകുന്നുണ്ട്, സ്പെയിൻ പോകുന്നുണ്ട്, കുവൈറ്റ്, സൗദി, പല രാജ്യങ്ങളിലേക്ക് ഈ സാധനങ്ങൾ അവിടുന്ന് വരുന്ന ആൾക്കാർ അവരവരുടെ ബോസ്മാർക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ കൊടുക്കാനായിട്ട് ഇവിടെ വന്ന് കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് നമ്മളുള്ളത് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പൈസസ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ സ്പൈസസ് ആൻഡ് ഡ്രൈ നട്ട്സ് ഉപയോഗിച്ച് മാത്രം ഉള്ള ഗിഫ്റ്റിംഗ് സൊല്യൂഷൻസ് ആണ് നമ്മൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്.
ബേസിക്കലി ഫോർ എക്സാമ്പിൾ ഇത് കാണുകയാണെങ്കിൽ കേരള ബോട്ട് വിത്ത് സ്പൈസസ് ഇൻ ഇറ്റ്. ഇതിനകത്ത് ക്ലയൻറ്റിൻ്റെ പേര് നമ്മൾ ഡയറക്റ്റ് പ്രിൻറ്റിങ്ങോ എൻഗ്രേവിങ്ങോ ചെയ്ത് നിങ്ങളുടെ ആവശ്യപ്രകാരം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന ആളുടെ പേര് വേണമെങ്കിൽ അങ്ങനെ പോലും ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് വീഗാർഡിന് വേണ്ടി ചെയ്തതാണ്. ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്ന ഈ ഗിഫ്റ്റ്. ഇതൊരു സാമ്പിൾ ബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുള്ള ആൾക്കാർക്ക് അയക്കേണ്ടതാണെങ്കിൽ പോലും നിങ്ങൾ ആ ഡേറ്റാബേസ് തരികയാണെങ്കിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് നിങ്ങളുടെ പേരിൽ ആ ഗിഫ്റ്റുകൾ അതാത് ആൾക്കാരുടെ അടുത്തേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസും അതിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ആസ് എ ഫീഡ്ബാക്ക് വിൽ ബി ഗിവൻ ടു യു ബാക്ക്. നമ്മളുടെ പ്രോഡക്ട്സ് ഇവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ ഇതുപോലുള്ള എയർ ടൈറ്റ് സീൽഡ് പാക്കിലായിരിക്കും അയക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ അതിൻ്റെ അരോമ ലോസോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഏറ്റവും ഫ്രഷായിട്ട് തന്നെ നമ്മളുടെ ഫാമിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ ഈ സാധനങ്ങൾ നമ്മൾ എത്തിക്കുന്നതാണ്. പ്രൈമറിലി നമ്മൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും വോളിയം ബിസിനസ്സസ് നമ്മളുടെ മറ്റൊരു വിഭാഗം കൂടെയാണ്. എസ്പെഷ്യലി എക്സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള സ്പൈസസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള മറ്റു രാജ്യങ്ങളിലെ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഷെഫുമാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രാൻസിലെ മമ്മ സ്പൈസസ് എന്ന് പറയുന്ന കമ്പനി, അവർ മിഷലിൻ സ്റ്റാർ ഷെഫ്സിന് വേണ്ടിയിട്ട് മസാല കൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവർക്ക് സ്പൈസസ് സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളാണ്. ഇതുപോലെ നമുക്ക് സ്പൈസസ് സപ്ലൈ ചെയ്യുന്ന മറ്റ് IBs ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സസ് ഉണ്ട്. അപ്പോൾ അതും ഞങ്ങളൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ്, എക്സ്പോർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സസ്. സ്പൈസസിന് പുറമെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന മറ്റു പ്രൊഡക്ട്സാണ് ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രൺ ഫ്രം കാശ്മീർ, പലതരം തേനുകൾ, ഒരു 10-12 വെറൈറ്റി തേനുകളുണ്ട് നമ്മുടെ അടുത്ത്. സോ ഈ പ്രൊഡക്ട്സും ഇത് അതാത് സോഴ്സുകളിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഉറപ്പുവരുത്തി സോഴ്സ് ചെയ്ത് പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നു. സോ ക്വാളിറ്റി എൻഷ്യൂർഡ് ആയിട്ടുള്ള, പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള, പ്രൈസ് കമ്പാറ്റബിലിറ്റി ഉള്ള നല്ല പ്രൊഡക്ട്സിന് ഓൾവേസ് യു ക്യാൻ ചൂസ് ഇടുക്കി ഗോൾഡ് സ്പൈസസ്. എൻ്റെ പേര് അരുൺ പ്രകാശ് ആൻഡ് കമ്പനിയുടെ പേര് ഓറ സ്പേസ് ട്രേഡേഴ്സ് ആണ്. നമ്മളുടെ ബ്രാൻഡ് നെയിമാണ് ഇടുക്കി ഗോൾഡ് സ്പൈസസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് അരുൺ, അടിപൊളി. അപ്പോൾ അരുൺ എന്തായാലും എൻ്റെ BNA സുഹൃത്താണ്. അപ്പോൾ അരുണിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട്, നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റായിട്ട് ഇതേപോലെ ഇലക്കയോ അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അരുണിനെ കോൺടാക്ട് ചെയ്യുമെന്നാണ്. അരുൺ നല്ല ഒരു പേഴ്സണാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ. അപ്പോൾ അരുൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. അവരൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചാൽ അവരൊക്കെ ഉയരങ്ങളിലേക്ക് എത്തുമല്ലോ. നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മളൊരു എൻ്റയർ ടീം തന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു മിഷൻ ഏറ്റെടുത്തേക്കാണ്. വീണ്ടും കാണാം.